ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നിനക്ക് സ്തോത്രം അപ്പ. യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാനായി ദൈവമായ കർത്താവ് അടിയൻ ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി തന്നു. വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജിബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, സമയം നമ്മുടെ മുൻപിലില്ല, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വചനധ്യാനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കന്നഡ സോങ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കാം. ദൈവമായ കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ മഴയാണെന്നുള്ളത് എനിക്കറിയാം. പ്രീതി, ഈ റോഡിലും മഴ തന്നെയാണ്. പ്രകൃതി നമുക്ക് അനുകൂലമല്ല എങ്കിൽ പോലും പ്രാർത്ഥനയോട് കൂടെ ദൈവമക്കളായിരിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നന്ന ആശ്രയമോ, നീ നന്ന കോട്ടയോ, നീ നന്ന പ്രാണനാഥ, നീ നന്ദേവാ, നീ നന്ന ആശ്രയമോ, നീ നന്ന കോട്ടയോ, നീ നന്ന പ്രാണനാഥ, നീ നന്ദേവാ. ആരാധിಸುವೆ പൂർണ്ണ ഹൃദയದಂತ, അരസിനിൻ മുഖ ജീവ മാർഗമല്ല, ಸೇವೆ ಮಾಡುವೆ ನೀನೇ ಸರ್ವಬಂಧು, ದಾಸനും ನಾ, ദാസനും നാ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ. ആരാധിಸುವೆ പൂർണ്ണ ഹൃദയದಂತ, അരസിനിൻ മുഖ ജീവ ಮಾರ್ಗಮಲ್ಲ, ಸೇವೆ ಮಾಡುವೆ ನೀನೇ ಸರ್ವಬಂಧು, ನೀನ್ ದಾಸനും ನಾ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു. അപ്പാ,
അപ്പോൾ ഈ സന്ധ്യയുടെ യാമത്തിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരും. കർത്താവിൻ്റെ തിരുരക്തത്താൽ അടിയങ്ങളെ കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. ഇന്നത്തെ വചനത്തെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമേ. കർത്താവേ അങ്ങയ്ക്ക് സ്തോത്രം. അങ്ങയുടെ രക്തത്താൽ എല്ലാവരെയും കഴുകണമേ അപ്പ. വരുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അടിയനെയും പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, സമയം പോയതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് അവിടെ നിർത്തുന്നത്. നമുക്ക് സമയമുണ്ടെങ്കിൽ അതിന് ശേഷം ഞാൻ ആ പാട്ട് പാടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു നല്ല ഒരു സാവകാശം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണെങ്കിലും ഇന്ന് വളരെയേറെ ആൾ കുറയുമെന്ന് എനിക്കറിയാം. കാരണം പലയിടങ്ങളിലും മഴയാണ്. മഴയുടെ വളരെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് പിന്നീടാണെങ്കിൽ അവർ കേൾക്കുമല്ലോ. അതുകൊണ്ട് സാരമില്ല, നമുക്കത് പ്രശ്നമല്ല. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്ന വിഷയം പ്രതീക്ഷകൾക്കപ്പുറത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ ആ തിരുവചനത്തിൽ നിന്നും വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് തിരുവചനവുമായി ബന്ധപ്പെടുത്തി ചില സത്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടുകൂടി ദൈവവചനമായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കും, പക്ഷേ പലതും നടക്കാറില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം മറ്റും നടക്കാറില്ല. ചിലതൊക്കെ നമ്മളെ കൈവിട്ട് പോയി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. നമ്മൾ ആവോളം നമ്മൾ ശ്രമിക്കും, പക്ഷേ നമുക്ക് എല്ലാം മറ്റും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒത്തുവന്നു അല്ലേ എന്ന് വരികയില്ല. പ്രിയരെ, അതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവസാന നിമിഷത്തിൽ ആ കാര്യം നടക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്. പ്രതീക്ഷകൾക്കപ്പുറമായി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നത്. പ്രൈസ് ദി ലോർഡ്. പലർക്കും അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എങ്ങനെ കാര്യങ്ങൾ നടന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പലരും പറയാറുണ്ട്. പ്രിയരെ, ദൈവത്തിൻ്റെ സാന്നിധ്യമാണത്. നാം അറിയാതെ പോലും അതായത് നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളെ ആയിരിക്കും നമ്മുടെ മുൻപിൽ ഉള്ളത്. നാം അങ്ങനെയായിരിക്കും നാം പല കാര്യങ്ങൾ നാം ഫേസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ചിന്തയും അങ്ങനെ തന്നെയാണ്. പ്രതീക്ഷകൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 37:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്കിവിടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്കിവിടെ വായിക്കാം. അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയിരുന്നു. 13-ാമത്തെ വാക്യം. വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് ഞാൻ പോകാം എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. പ്രിയരെ, നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നന്നായിട്ട് അറിയാം. എങ്കിലും ഞാനത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ മക്കൾ ശേഖേമിൽ ആടുകളെ മേയ്ക്കുവാനായിട്ട് അവർ കടന്നുപോയി. എന്നാൽ ഈ സാഹചര്യത്തിൽ യോസഫിനോട് യാക്കോബ് പറയുക, നിന്റെ സഹോദരന്മാർക്ക് നീ ആഹാരവുമായി കടന്നു പോകണം എന്ന്. പ്രിയ ദൈവമക്കളെ, ജോസഫ് അപ്പോൾ തന്നെ പറയുന്നു, ഞാൻ പോകാം. പ്രിയരെ, ഇവിടെ ഇതാ വെളിമ്പ്രദേശത്ത് ജോസഫ് ചുറ്റി നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ സഹോദരങ്ങളെ അന്വേഷിച്ചുള്ള യാത്ര. അവിടെ വന്നപ്പോൾ സഹോദരങ്ങൾ അവിടെ ഇല്ല. എന്നാൽ വചനം പറയുന്നത് താൻ വെളിമ്പ്രദേശത്ത് ജോസഫ് ചുറ്റി നടക്കുകയാണ്. പ്രിയരെ, ജോസഫ് ശേഖേമിൽ പോയത് അനുസരണത്തോടെയാണ്, നിയോഗത്തോടെയാണ്. നാം നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൻ പറഞ്ഞത് അപ്പാടെ അനുസരിക്കുകയാണ് ജോസഫ് അവിടെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇതാ ജോസഫ് വെളിമ്പ്രദേശം എന്ത് ചെയ്യുന്നറിയാമോ? ചുറ്റി നടക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ആ സാഹചര്യം നാം നോക്കുമ്പോൾ ജോസഫിൻ്റെ ഹൃദയം അല്പം കലങ്ങുകയും കൂടെയാണ്. അയ്യോ, എൻ്റെ സഹോദരങ്ങൾ എവിടെയായിരിക്കും, എവിടെയാണ് എൻ്റെ സഹോദരങ്ങൾ എന്നുള്ള ഒരു
കലക്കൽ അല്ലെങ്കിൽ ഒരു ചിന്ത, ഒരു ഭാരം തന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, താൻ ഇങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ ദൈവത്തോട് താൻ ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ പറഞ്ഞു കാണും, എൻ്റെ കർത്താവേ, ഞാൻ വിശ്വസിച്ചല്ലേ ഇറങ്ങിയത്, ഞാൻ അനുസരിച്ചല്ലേ ഇറങ്ങിയത്, പിന്നെ എന്താ കർത്താവ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് താൻ ചിന്തിച്ച് കാണും. പ്രിയ ദൈവമക്കളെ, മാത്രമല്ല എൻ്റെ അപ്പ ഞാൻ എവിടെയാണ് പിഴച്ചു പോയത്, എൻ്റെ എന്ത് കുറ്റം കൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കാണാൻ പറ്റാതെ പോയത് എന്നുള്ള ഒരു ചിന്ത, ഒരു ഭാരം തന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. നാമും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അല്ലേ പ്രിയരെ? പലപ്പോഴും കർത്താവിനോട് ചോദിക്കാറില്ലേ, എൻ്റെ അപ്പ എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയതിൻ്റെ കാരണം ഞാൻ എവിടെയാണപ്പാ നഷ്ടപ്പെട്ടു പോയത്, ഞാൻ എവിടെയാണപ്പാ പിഴച്ചു പോയത്, എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി, എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ, ഞാൻ എവിടെയാണപ്പാ ഞാൻ നഷ്ടമായത്, എൻ്റെ ജീവിതം എങ്ങനെയാണ് തകർന്നു പോയത്, ഞാൻ ഇത്രമാത്രം തകർന്നു പോകാനുള്ള കാരണം എന്താ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കാറില്ലേ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നാം ചോദിക്കാറില്ലേ, ഹല്ലേലൂയ, നാം ചോദിക്കും ദൈവത്തോട്, കർത്താവേ, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ ജീവിതം ഇങ്ങനെ നഷ്ടമായതിൻ്റെ കാരണം എന്താ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തകർന്നു പോയത് എന്താ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കടഭാരമുള്ളവളായി മാറിയത്, കടഭാരമുള്ളവനായി മാറിയത്, എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ മാറിപ്പോയതിൻ്റെ കാരണം എന്താ, ഞാൻ എന്ത് തെറ്റാണപ്പാ ചെയ്തത്? പലപ്പോഴും നാം കർത്താവിനോട് ചോദിക്കാറുണ്ട്. ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെളിം പ്രദേശത്ത് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിം പ്രദേശത്തെ ചുറ്റി നടക്കുന്നു എന്ന് മാത്രമല്ല, അവൻ ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, അവിടെ പറയുന്നു, അവൻ ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. ഹല്ലേലൂയ. കുഞ്ഞേ, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഉപവസിക്കുന്നുണ്ട്, നീ കരയുന്നുണ്ട്, ദിനംതോറും നീ ഏങ്ങലടിച്ച് നീ വിങ്ങിപ്പൊട്ടി കരയുന്ന, നിലവിളിക്കുന്ന അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നത്. ആ സാഹചര്യത്തിൽ പോലും നീ ചിന്തിക്കുന്നുണ്ട്, എന്താണത്, എന്നെ ആരും കാണുന്നില്ല, എൻ്റെ നിലവിളി കേൾക്കാൻ ആരുമില്ല, എൻ്റെ കഷ്ടത്തിൽ നിന്നെ വിടുവിക്കുവാൻ ആരുമില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ എന്താ കർത്താവേ, എന്തുകൊണ്ടാണപ്പാ എന്ന് നീ പലപ്പോഴും നീ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നീ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ആരും കാണുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരും കാണുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയുടെ വേളയിൽ ഹല്ലേലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ കരയുന്നത്, നീ നിലവിളിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നത്, നീ ഉപവസിക്കുന്നത്, നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം നീ ഏത് വിഷയത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് നീ ഭാരപ്പെടുന്നുവോ, നീ നീറിപ്പുകയുന്ന ഏത് വിഷയമായിരുന്നാലും കുഞ്ഞേ, ഒരു പക്ഷേ നീ ചിന്തിച്ചേക്കാം, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല എന്ന്, എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരുന്നില്ല എന്ന് നീ ചിന്തിച്ചേക്കാം. പക്ഷേ നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്തിനാണെന്നറിയാമോ? തക്ക സമയത്ത് നിന്നെ വിടുവിക്കുവാൻ, തക്ക സമയത്ത് നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ, നിന്റെ കണ്ണുനീരെ തുടയ്ക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച കഷ്ടങ്ങൾ അനവധി, നിരവധിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്നെ വിടുവിക്കുന്നവൻ, നിന്നെ താങ്ങി നിർത്തുവാൻ കഴിവുള്ളവൻ എൻ്റെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സ്വന്തവും ബന്ധവും മിത്രങ്ങളും എല്ലാം നമ്മളെ കൈവിട്ട് പോകും. ഹല്ലേലൂയ. ബന്ധുമിത്രാദികൾ, സ്നേഹിതരും, നമുക്ക് ചാർച്ചക്കാർ ആരും തന്നെ ഉണ്ടായി എന്ന് വരികയില്ല. കുഞ്ഞെ, നിന്നെ താങ്ങി നിർത്തുന്നവൻ, നിന്നെ ഉള്ളം കയ്യിൽ വരഞ്ഞു നിർത്തുന്നവൻ, താങ്ങി നിർത്തുന്നവൻ എൻ്റെ കർത്താവ് മാത്രമായിരിക്കും. ആ സർവശക്തന ഇന്ന് രാത്രി കാലം നിങ്ങളുടെ വലത് കരം ഉയർത്തി തന്നെ ഇരിക്കുന്ന ഇടത്ത്, എൻ്റെ കർത്താവേ, അങ്ങനെ വിടുവിച്ചതിനായി സ്തോത്രം, എന്നെ താങ്ങി നിർത്തിയതിനായി സ്തോത്രം, എൻ്റെ കഷ്ട നേരങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട് ദൈവമക്കളെ, ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കുവാൻ കഴിയും? ഇരിക്കുന്ന ഇടത്ത് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രതീക്ഷകൾക്ക് അപ്പുറമായി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നാം കണ്ടു എന്ന് വരികയില്ല, ഒരു പക്ഷേ നാം കേട്ടു എന്ന് വരികയില്ല. കർത്താവ് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മെ സഹായിച്ച് മാനിക്കും, നമ്മെ വിടുവിക്കുന്ന ദൈവമാ പ്രിയരെ. ഹല്ലേലൂയ. ജോസഫിനോട് പ്രൈസ് ദി ലോർഡ്, നീ എന്തിനാ ഹല്ലേലൂയ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ജോസഫ് പറയുന്ന ഒറ്റ കാര്യമുണ്ട്, ഞാൻ
വിശ്വസിച്ചാ ഇവിടെ വന്നത്, ഞാൻ അനുസരിച്ചാ ഇവിടെ വന്നത്. ഹല്ലേലൂയ. എൻ്റെ സഹോദരന്മാർ ശേഖേമിൽ ഉണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ അവർ അലയുക എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ വ്യക്തി എന്താ ചെയ്യുന്നറിയാമോ? ജോസഫിനെ ചേർത്ത് നിർത്തി. പ്രൈസ് ദി ലോർഡ്. നീ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ആ വ്യക്തി ജോസഫിനോട് പറയാ, ജോസഫ്, നീ തേടുന്ന, നീ അന്വേഷിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു ജോസഫ്. പക്ഷേ അവർ പറയുന്നത് ഞാൻ കേട്ടു. അവർ ദോദാനിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവർ ഇവിടെയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലെ, കുഞ്ഞ് വചനത്തിന് മുൻപിൽ കാണിരിക്കുന്ന ദൈവ പൈതലെ, പ്രൈസ് ദി ലോർഡ്, നീ അലഞ്ഞ് തിരിയുന്ന ഇടത്ത് നിനക്കായി അവൻ വരാൻ പോകുക. ഇറങ്ങി വരുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഏതെങ്കിലും വിഷയത്തിൽ നിന്റെ ഹൃദയം വല്ലാതെ നീ തകർന്നു പോയൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? ഹല്ലേലൂയ. കർത്താവ് ഒരാളെ അയക്കും നിന്റെ വിഷയത്തിന് വിടുതൽ തരുവാൻ വേണ്ടി. കർത്താവ് ഒരു വ്യക്തിയെ ആ തക്ക സമയത്ത് നിന്റെ വിഷയത്തിൽ ഇറങ്ങുവാൻ, നിന്റെ വിഷയത്തെ ഹല്ലേലൂയ അത് സോൾവ് ചെയ്യുവാൻ, പരിഹരിച്ചു തരുവാൻ കർത്താവ് വരുമെന്നേ. കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരാളെ അയക്കും പ്രിയരെ. തക്ക സമയത്ത് നിനക്ക് തക്കതുപോലെ ഇൻഫർമേഷൻ തരുവാനായിട്ടിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് പ്രിയ ദൈവമക്കളെ. നമുക്കറിയാം ജോസഫിന്റെ സഹോദരന്മാർ സഞ്ചരിച്ചത്, പ്രൈസ് ദി ലോർഡ്, സംസാരിച്ചത് ആ ജോസഫ് കേട്ടു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ പിതാവ് കേട്ടു. എന്നാൽ ശേഖേമിൽ ജോസഫ് ശേഖേമിൽ സംസാരിച്ചത് പ്രൈസ് ദി ലോർഡ് അവരാരും കേട്ടില്ല. എന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ അത് ജോസഫ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പ്രിയ ദൈവ പൈതലെ, അവൻ ഹല്ലേലൂയ കേൾക്കാതിരുന്നത് പ്രൈസ് ദി ലോർഡ് എന്താണെന്നറിയാമോ ദൈവമക്കളെ? ഇൻഫോം ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം ഒരാളെ അവിടെ നിയമിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ സത്യം. വിശ്വസിച്ചാട്ട് ദൈവമക്കളെ, ദൈവം പ്രതീക്ഷകൾക്ക് അപ്പുറമായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്ക് മറ്റൊരു വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ശൗലിന്റെ അപ്പനായ കീസിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശൗലിന്റെ അപ്പനായ കീസിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. ഈ സമയം ശൗലിനോട് കൂട്ടിക്കൊണ്ട് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ പ്രിയ ദൈവമക്കളെ, നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ശൗലിന്റെ അപ്പനായ കീസിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. ഈ സമയം ശൗലിനോട് വൃത്യനെയും കൂട്ടിക്കൊണ്ട് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. പ്രിയരെ, ശൗലും വൃത്യനും യാത്രയിലാണ്. എന്താണ് ശൗൽ യാത്ര പുറപ്പെടുവാൻ കാരണം? പ്രൈസ് ദി ലോർഡ് എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ശൗൽ പറയും, എന്റെ അപ്പന് ചിലത് നഷ്ടമായി, അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ യാത്രയിലാണ്. എന്റെ അപ്പന് ചിലത് നഷ്ടമായി, എന്റെ കുടുംബത്തിനകത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടായി. അപ്പന്റെ നഷ്ടം ശൗലിന്റെ യാത്രയ്ക്ക് കാരണമായി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ ഇവർ ചില പട്ടണങ്ങളിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എഫ്രൈം മലനാട്ടിലെത്തി, ശാലിസ ദേശം, ശാലിം, ബെന്യാമിൻ ദേശം, അവസാനമായി അവർ സൂഫിലെത്തി എന്ന വചനം വ്യക്തമാക്കുന്നു. പ്രിയരെ, ഇവർക്കുണ്ടായ ചില നഷ്ടങ്ങൾ നികത്തുവാൻ വേണ്ടി വല്ല വഴിയും ഉണ്ടോ എന്ന് ഇവർ നോക്കി. പക്ഷേ ഒരു വഴിയും അവരുടെ മുൻപിൽ ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇവർ അവസാനമായി സൂഫിലെത്തി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് 5ാമത്തെ അറ്റംപ്റ്റ് ആണ്. പ്രിയരെ, സൂഫിലെത്തി എന്ന് പറഞ്ഞാൽ ഇത് 5ാമത്തെ അറ്റംപ്റ്റ് ആണ്. ആകെ അവർ തകർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. നിരാശയുടെ വാക്കുകൾ മാത്രമാണ് അവരുടെ വായിൽ വരുന്നത് തന്നെ. പ്രിയരെ, ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെയോ വൃത്യനെ വിളിച്ചു, വരിക, നമുക്ക് മടങ്ങിപ്പോകാം. പലരും അങ്ങനെയല്ലേ? നിരാശ, എല്ലാ കാര്യങ്ങളും ശ്രമിച്ചു നോക്കും, പരിശ്രമിക്കും, പക്ഷേ ഒന്നും സാധ്യതയില്ല എന്ന് കാണുമ്പോൾ, ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് വെക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് തിരിച്ചു പോകാം, അല്ലേ? മടങ്ങിപ്പോകാം. ഇനി എനിക്ക് വയ്യ,
ഇനി എനിക്ക് വയ്യ, ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഇനി എനിക്ക് വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിട്ടില്ലേ സഹോദരങ്ങളെ? ഇവിടെ വൃത്തിനെ വിളിച്ചിട്ട് പറയാ, വരിക, ഇനി നമുക്ക് മടങ്ങിപ്പോകാം. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, നീ ആകെ തളർന്നിരിക്കുന്നുവോ? മുമ്പോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിന്നെ തളർത്തിക്കളയുകയാണോ? പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെ നീ കടന്നു പോവുകയാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭർത്താവ് കടന്നു വരുമ്പോൾ അയ്യോ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. മൂത്ത മകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അയ്യോ എവിടെയെങ്കിലും പോയി മാറിയിരിക്കാം, ഈ വീട്ടിനകത്ത് സമാധാനം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുകയാണോ? കുഞ്ഞെ, ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് മടങ്ങിപ്പോകാം, തിരികെ പോകാമെന്ന് ചിന്തിക്കുകയാണോ? ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, വളരെ പ്രതീക്ഷയോടെ എഫ്രൈമിന്റെ മലനാടുകളിൽ ഹല്ലേലൂയ ചവിട്ടിയതാ, നടന്നു പോയതാ. പക്ഷേ എന്താണ് ഫലമുണ്ടായത്? നിരാശ മാത്രമാണ് ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നീ ക്ഷീണിച്ചില്ല. ശാലീസിലും ശാലേമിലും പോയി നിനക്ക് നന്മയുണ്ടായില്ല. ബെന്യാമിലെത്തി, അവസാനം സൂഫിലെത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇവിടെ വന്നപ്പോഴാണ് ശൗൽ പറയുന്നത് മടങ്ങിപ്പോകാം. വൃത്യനോട് പറയുക, മടങ്ങിപ്പോകാം. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ശൗൽ പറയുന്നു മടങ്ങിപ്പോകാം, ഇനി എനിക്ക് വയ്യ. പ്രൈസ് ദി ലോർഡ്. ഈ സമയം ശൗലിന്റെ വൃത്യനൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഇവിടെ ഒരു ദൈവ പുരുഷനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശൗലിനോട് വൃത്യൻ പറയുക, ഇവിടെ ഒരു ദൈവ പുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു. ഹല്ലേലൂയ. അവൻ നമുക്ക് വഴി പറഞ്ഞു തരും, നാം എന്ത് ചെയ്യണമെന്നുള്ളത് ആ ദൈവ പുരുഷൻ പറഞ്ഞു തരും. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആണത്. ഹല്ലേലൂയ. അവസാനമായിട്ട് അവർ തീരുമാനിക്കുകയാണ് ആ ദൈവ പുരുഷന്റെ അരികിലേക്ക് പോകാം. പറയുന്ന കുഞ്ഞേ, ഹല്ലേലൂയ, മതി എന്ന് പറയുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ഹല്ലേലൂയ സംസാരിച്ച ഒരു ദൈവ പുരുഷന്റെ അരികിലേക്ക്, ഒരു പ്രാർത്ഥന വലയത്തിലേക്ക് നിന്നെ എത്തിച്ചിട്ട് നിന്നോട് പറയും, എന്താണെന്നറിയാമോ? ആശങ്കപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനമായി ദൈവ പുരുഷന്റെ അരികിലേക്ക് എത്തിപ്പെടുകയാണ്. എനിക്ക് അനേകരും അല്ലെ അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കും. ഹല്ലേലൂയ. പലരും പലതും പറയും, അവിടെ പോയാ നല്ലതാ, ഇവിടെ പോയാ നല്ലതാ, അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിപ്പിച്ചു നോക്ക്, ഇവിടെ ചെന്ന് പ്രാർത്ഥിപ്പിച്ചു നോക്ക്. ജാതികരാണെ പറയും, അവിടെ പോയി ഒന്ന് പാടമിട്ട് നോക്ക്, ഇവിടെ പോയി ഒന്ന് പാടമിട്ട് നോക്ക്, അവിടെ പോയി ഒന്ന് വൈകിട്ട് നോക്ക്, അതിട്ട് നോക്ക്, ഇതിട്ട് നോക്ക് എന്നൊക്കെ പറയും. പക്ഷേ അവസാനം അവിടെ ചുറ്റി ഇവിടെ ചുറ്റി കറങ്ങി തിരിഞ്ഞ ലാസ്റ്റ് അറ്റംപ്റ്റ് എവിടെയാണെന്നറിയാമോ? പ്രാർത്ഥനാ വലയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന ഇടത്ത് ദൈവജനമേ, ഹല്ലേലൂയ, ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവസാനവിധ ഹല്ലേലൂയ ഒരു ദൈവ പുരുഷനെ അന്വേഷിച്ച് വരികയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു യാഗത്തെ കാണുവാൻ കഴിയും. പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു ഉത്സവത്തെ കാണുവാൻ കഴിയും. പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു അത്ഭുതത്തെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രികാലം ആരെല്ലാം ആഗ്രഹിക്കുന്നു, യേശുവേ എന്റെ നിരാശ മാറണം, എന്റെ ജീവിതത്തിനകത്തുള്ള സർവ്വ തടസ്സങ്ങളും മാറണം. ഇന്ന് ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഇന്ന് ആത്മാവിൽ ഒന്ന് സന്തോഷിക്കണം അപ്പ, എന്റെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീക്കി തരണമേ എന്ന് എത്ര പേർക്ക് ആത്മാർത്ഥതയോടുകൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുവാൻ കഴിയും? കർത്താവ് ഇന്നേക്ക് നിങ്ങളുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസമാണ്. വിശ്വസിച്ചാട്ട് ദൈവ പൈതലേ. ഹല്ലേലൂയ. നഷ്ടങ്ങൾ നികത്താൻ ഇറങ്ങിയ ശൗൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനം ശൗൽ എങ്ങനെയാ തിരികെ പോയെന്നറിയാമോ? ശൗൽ രാജാവായി മടങ്ങിപ്പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ എന്താ ചിന്തിച്ചത്? മടങ്ങിപ്പോകാമെന്ന് ചിന്തിച്ചു. പക്ഷേ ഇവിടെ വചനം പറയുന്നു, ശൗൽ രാജാവായി മടങ്ങിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ശൗൽ രാജാവായി മടങ്ങിപ്പോകാൻ പോകുകയാ. ഇതാണ് പ്രിയരെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, മതി, ഇനഫ് എന്ന് പറഞ്ഞ ഇടത്ത് റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാ. പക്ഷേ ഇപ്പോഴിതാ ഒരു ദൈവ പുരുഷന്റെ അരികിലേക്ക് എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യന്റെ ഭക്തന്റെ അരികിലേക്ക് വന്നു ചേരുകയാണ്. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ഇന്നിക്ക് ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന കുഞ്ഞെ, ദൈവ പൈതലെ, പിതാവേ, ഹല്ലേലൂയ, സഹോദരനെ, ഞാൻ ചോദിക്കട്ടെ,
കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുയരുമ്പോൾ ദൈവപുരുഷന്റെ അരികിലേക്കാണോ നിങ്ങൾ കടന്നു പോകുന്നത്? പ്രാർത്ഥന വലയത്തിലേക്കാണോ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവ പുരുഷൻ നിങ്ങൾക്ക് ശരിയായ വഴി പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കായി ഒരു ദൈവ പുരുഷനെ ഹല്ലേലൂയ ദൈവം ഒരുക്കി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ പ്രാർത്ഥനയിൽ ഈ നാളുകളായി നാം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി മുതൽ കഴുതയെ അന്വേഷിക്കുന്നവനല്ല, മറിച്ച് രാജാവായി താൻ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുക. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? താൻ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുക. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ ഈ വേദഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്തതാ. എങ്കിലും അത് കൂട്ടിച്ചേർത്ത് നിങ്ങളെ ഞാൻ ദൈവാത്മാവിൽ ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, പ്രവാചക ശിഷ്യന്റെ ഭാര്യ കടം വർദ്ധിച്ചപ്പോ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. കടങ്കാർ വന്ന് തന്റെ മക്കളെ പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോകുമെന്നുള്ള ആ ഒരു ഭാരം അഥവാ ആ ഒരു ചിന്ത തന്നെ അലട്ടിയപ്പോൾ തന്നേരെ ഹല്ലേലൂയ കർമ്മയിലേക്ക് ഓടി, പ്രവാചകന്റെ അരികിലേക്ക് ഓടി. ഇവൾ പറഞ്ഞു, ഹല്ലേലൂയ പ്രവാചകന്റെ അരികിലേക്ക് വന്ന് പ്രവാചകനോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചു പോകും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, ദൈവ ഭക്തനായിരുന്നു. കടങ്കാർ വന്ന് എന്റെ മക്കളെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുവാൻ പോകുന്നു. എലിസ ഒരു കാര്യം ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം? നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്നാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല. പ്രിയ ദൈവ പൈതലേ, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം ഇന്ന് രാത്രികാലം വെളിച്ചം പറയട്ടെ. ആ സ്ത്രീയാണ് അവൾ പറയുകയാണ്, എന്റെ ഭവനത്തിനകത്ത് ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞു, അയൽ വീട്ടിൽ പോയി നീ പാത്രങ്ങളെ ശേഖരിച്ചു കൊണ്ടുവാ. നീയും നിന്റെ കുഞ്ഞുങ്ങളും അകത്ത് കടന്ന കഥകടച്ച് എണ്ണയെ നീ അതെ പകർന്നു കൊള്ളണം. ഹല്ലേലൂയ. ദൈവ പൈതലേ, പാത്രം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എണ്ണയുടെ വരവം നിന്നു. ഇന്ന് രാത്രികാലം ഞാൻ ദൈവ പൈതലേ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയെ പ്രാപിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നീ ജീവിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തിനകത്ത് ഒരു നാളും പറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ആകെ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഇവിടെ പ്രവാചകന്റെ അരികിൽ അവൾ മറുപടിയും വന്നിട്ട് പറയുക, എണ്ണ തീർന്നു പോയി എന്ന നീ എണ്ണ വിറ്റ് ഉപജീവനം കഴിച്ചു കൊള്ളുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് മല പോലെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നീ അധൈര്യപ്പെട്ടു പോകരുത്, നീ ഭാരപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതീക്ഷകൾക്കപ്പുറമായി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. ഒരു പക്ഷേ കടഭാരങ്ങൾ അല്ലെങ്കിൽ നീണ്ട നാൾ കൊടുത്തു തീർക്കാൻ വയ്യാത്ത ഒരു കടഭാരത്തിന്റെ മധ്യത്തിലൂടെ നീ കടന്നു പോകുന്ന ഒരു വ്യക്തിയാവാം. കുഞ്ഞേ, കർത്താവ് നിന്റെ നടുവിൽ നിന്നോട് കൂടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീണ്ട നാൾ പ്രാർത്ഥിച്ച ഒരു വിഷയമോ മറ്റാരോട് പറയാൻ കഴിയാത്ത ഒരു രോഗത്താൽ നീ ഭാരപ്പെടുകയാണോ? ജീവിതത്തിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ മാറിയിരുന്ന് നിലവിളിക്കുന്ന ഒരു ജീവിതമാണോ നിന്റെ ജീവിതം? എങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നീ മടങ്ങിപ്പോകേണ്ടുന്നവനല്ല, അരുളപ്പാടും നിയോഗവും പ്രാപിച്ച ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് പോകുവാൻ ആ കർത്താവ് നിന്നെ നിയമിച്ചിരിക്കുന്നത്, കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. കുഞ്ഞേ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തിന്റെ പേരില്ല. പ്രൈസ് ദി ലോർഡ്. ആ നിയോഗത്തെ നീ കൈവിട്ട് പോകരുത്. ഹല്ലേലൂയ.
കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക വാഗ്ദത്തത്തിന്റെ മറവില. പ്രൈസ് ദി ലോർഡ്. നീ അത് കൈവിട്ട് പോകരുത്. ആ വാഗ്ദത്തം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളായി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ശക്തമായി പ്രാർത്ഥനയോടെ നീ മുൻപോട്ട് പോകുവാൻ മറന്നു പോകരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ പുസ്തകം 30-ാം അധ്യായത്തിൽ മറ്റൊരു വേദഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. സിക്ലാഗ് ആക്രമിക്കപ്പെട്ടു. പ്രിയരെ, ഈ സമയം ദാവീദ് കരഞ്ഞു എന്നാണ് വചനം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് നിലവിളിക്കുക. അവൻ ഏഫോദ് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവിക ആലോചന ലഭിച്ചപ്പോൾ താൻ മുൻപോട്ട് പോകുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന ലഭിച്ചപ്പോൾ ദാവീദ് എന്ത് പറഞ്ഞു? മുമ്പോട്ട് പോകുക എന്ന്. പ്രിയരെ, സത്യത്തിൽ 600ഓളം പേർ യാത്ര പുറപ്പെട്ടതാ. പക്ഷേ 200 പേർ ക്ഷീണിച്ച് തളർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. 200 പേർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. അവർക്ക് എപ്പോഴും തളർച്ചയാ. ജീവിതത്തിനകത്ത് അവർ തളർന്നു പോയി കിടക്കുകയാ. അവർക്ക് സമയത്ത് വരാൻ കഴിയുകയില്ല, പോകാൻ കഴിയത്തില്ല, കൃത്യസമയത്ത് അവർക്ക് ചെയ്യാൻ ഒന്നും കഴിയത്തില്ല. തളർച്ചയാ, തളർന്നു പോയ അവസ്ഥയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. അല്ലെങ്കിൽ നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി. നീ തകർന്ന് അവിടെ എവിടെയായി നീ തകർന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു നല്ല തീരുമാനമെടുക്കണം. നീ ഇനി തളർന്നു പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇവിടെ 200 പേർ പുറകിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് വരാൻ വയ്യ, ക്ഷീണമാണ്, ഞങ്ങൾ ക്ഷീണിച്ചു പോയി എന്നാ. പലരും ഇങ്ങനെയൊക്കെയാ. കഷ്ടങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ആരും ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സാമ്പത്തികമായി ഉയർച്ച, ഒരല്പം ഉയർച്ച ഉണ്ടായിരുന്നിരിക്കട്ടെ. നമുക്ക് വിളിക്കാനും പറയാനും ഒക്കെ എപ്പോഴും ആള് കാണും. എപ്പോഴും നമ്മളെ വിളിക്കും. അയ്യോ, എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു, 1 മണിക്കൂർ കൂടുമ്പോൾ വിളിക്കുമായിരുന്നു. പക്ഷെ ആ വിളി പറച്ചിലൊക്കെ നീണ്ടു നിന്നില്ല. കുറച്ചൽപ്പം നാൾ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ആ സഹോദരിയെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. പ്രിയ ദൈവമക്കളെ, ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാ. സാമ്പത്തികമായി മുന്നേറ്റമുണ്ടെങ്കിൽ നമുക്ക് കൂട്ടുകാരുണ്ടാകും, നമുക്ക് സ്നേഹിതരുണ്ടാകും, നമുക്ക് എപ്പോഴും കൂട്ടുവിശ്വാസികളൊക്കെ ഉണ്ടാകും. നമുക്ക് ഒന്നുമില്ലെന്ന് തോന്നി തുടങ്ങിയാൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ നമ്മളെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഇന്നത്തെ ജീവിതം അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ ദാവീദിന്റെ ഭൃത്യൻ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുവൻ ചത്ത് കിടക്കുന്നു. ജീവനില്ലാത്തവനെ പോലെ ഒരുത്തൻ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ഓടിച്ചെന്ന് നോക്കി. അവന്റെ മൂക്കിൽ തൊട്ട് ഇങ്ങനെ അടുത്ത് കൈവച്ച് നോക്കിയപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. അവൻ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. എന്ത് ചെയ്യുന്നറിയാമോ? അവനെ വേഗം ദാവീദിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദാവീദ് ചോദിച്ചു, നീ ആരാ? ഹല്ലേലൂയ. ദാവീദ് ചോദിച്ചു, നീ ആരാ? അപ്പോൾ അവൻ പറഞ്ഞു, അമാലേക്കിന്റെ ഭൃത്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു അമാലേക്കിന്റെ ഭൃത്യനാണ്. ഒരിക്കലും ഇവരുമായിട്ട് കൂട്ടുകൂടാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ ഹല്ലേലൂയ എന്താ ചെയ്തറിയാമോ? ദാവീദ് വേഗം അവന് ഭക്ഷിക്കുവാനായിട്ട് മുന്തിരിക്കൊലയും അത്തിയടയും ഒക്കെ എടുത്തു കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് ദൈവമക്കളെ ഇവനോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? നിനക്ക് കാര്യമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ യജമാനൻ എന്നെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. എന്റെ യജമാനൻ എന്നെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയി. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാ, എനിക്കൊരു ദീനം പിടിച്ചു. കാരണം എനിക്കൊരു ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ വഴിയിൽ വെച്ച് വിട്ടിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ചാവാറായതിനെ കൊണ്ട് ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. നമുക്ക് ഉപേക്ഷിക്കപ്പെട്ടതിനെ കൊണ്ട് ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന വേസ്റ്റ് എന്ന് കരുതുന്നതിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ചെയ്തത് ഹല്ലേലൂയ, അവൻ അത്തിയടയും മുന്തിരിക്കുലയും വീഞ്ഞും അവന് കൊടുത്തു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഇവൻ ചാവാറായി കിടന്നവൻ ജീവൻ പോയി എന്ന്
പറഞ്ഞവൻ, അവൻ പ്രാണനെ വിട്ടുപോയി എന്ന് പറഞ്ഞവൻ, അവൻ എഴുന്നേറ്റു ദാവീദിന് വഴി കാണിച്ചു എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദാവീദിന് നഷ്ടമായതിനെ മടക്കി ലഭിക്കുവാനായിട്ട് തരുവാനായിട്ട് ഇടയായി തീർന്നു. കുഞ്ഞെ, ഉപേക്ഷിക്കപ്പെട്ട ചിലതിനെ ദൈവം ഉപയോഗിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നഷ്ടമായതിനെ ദൈവം തിരികെ തരുന്ന ഒരു ദിവസമായി മാറട്ടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവ പൈതലേ, നമുക്കറിയാം ഇയ്യോബിന്റെ ജീവിതത്തിനകത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഇയ്യോബിന് സകലതും നഷ്ടപ്പെട്ടു. പുത്രസമ്പത്ത് നഷ്ടപ്പെട്ടു, അല്ലാതെ ആടുമാടുകൾ, മൃഗങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവസാനമായിട്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്റെ ശരീരം അസകലം വ്രണബാധിതനായി തീർന്നു. ഓട്ടിൻ കഷണം എടുത്തു വെച്ചിട്ട് താടിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്റെ സഹധർമ്മിണി കടന്നു വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹേ മനുഷ്യ, ഇനിയെങ്കിലും നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചത്തുകളക എന്നാ പറഞ്ഞത്. ദൈവമക്കളെ, ആ സമയത്ത് പോലും ഇയ്യോബ് എന്താ ചെയ്തത്? താൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തന്റെ സ്നേഹിതർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രികാല വചനത്തിന് മുൻപിൽ ഒരു സമർപ്പണമുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് പ്രാർത്ഥിച്ചത് കൊണ്ട് സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. എന്നാൽ തനിക്ക് നഷ്ടമായതിനെ ദൈവം ഇരട്ടിയായി ദൈവം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന വചനം വ്യക്തമാക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, നിനക്ക് നഷ്ടമായതിനെ ദൈവം തിരികെ തരാൻ പോകുക. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ നിനക്ക് നഷ്ടമായിട്ടുണ്ടോ സമർപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതം തകർന്നു പോയോ സഹോദര? കർത്താവ് ഇന്ന് രാത്രികാലം നിന്റെ കുടുംബ ജീവിതത്തെ ഹല്ലേലൂയ തിരികെ തരാൻ പോകുക. നിന്റെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടം നിനക്കുണ്ടായിട്ടുണ്ടോ? കർത്താവ് നിനക്ക് തിരികെ തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞ്, നിന്റെ മകൻ, നിന്റെ മകൾ നിന്നിൽ നിന്ന് അകന്നു പോയോ? നിന്റെ കുഞ്ഞിനെ, നിന്റെ പൈതലിനെ നിനക്ക് തിരികെ തരാൻ പോകുക. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നീ കാണാൻ പോകുക. സഹോദരി, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നീ കാണാൻ പോകുക. ഹല്ലേലൂയ. ഭർത്താവിനാൽ നീ ഭാരപ്പെടുകയാണോ? നീണ്ട നാളത്തെ രോഗമുഖാന്തരം ഇറങ്ങി നടക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു സഹോദരി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഏത് രോഗമായിരുന്നാലും, രോഗബന്ധനമായിരുന്നാലും, നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗം വിടുവിക്കപ്പെടട്ടെ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളില്ല. 38 ആണ്ട് ഒരു മനുഷ്യൻ കുളത്തിന്റെ കരയിൽ കിടക്കിയ രോഗത്തിന് വിടുതലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വാളണ്ടറിയായി ഇറങ്ങി വന്നവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ദൂതൻ കുളം കലക്കുമ്പോൾ എന്നെ ആ കുളത്തിലേക്ക് ഇടുവാൻ എനിക്കാരുമില്ല. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നീ സമർപ്പിക്കുന്നു എങ്കിൽ, അപ്പ എനിക്ക് ആരുമില്ല, അങ്ങേ വിട്ടാ പിന്നെ എനിക്ക് ആരാപ്പോ ഉള്ളത്? ഒന്ന് ചോദിച്ചാൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ചോദിക്കുവാൻ കഴിയുമോ? കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുമെന്നേ. ഹല്ലേലൂയ. കർത്താവ് മനുഷ്യനോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കിടക്കയും എടുത്ത് നീ സൗഖ്യം പ്രാപിച്ച നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് പോകണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, നീ നീറിപ്പുകയുന്ന ഏത് വിഷയമായിരുന്നാലും കർത്താവ് നിന്നോട് സംസാരിക്കുന്ന ഒരു ദിവസമാ ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ. കർത്താവ് നിന്നോട് ഇടപെടുന്ന രാത്രിയാ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്തുള്ള ഭാരം, നിന്റെ വേദന മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് കർത്താവ് പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് പറഞ്ഞതാ, എണ്ണ വിറ്റ് നിന്റെ കടം തീർത്തുകൊള്ളുക. പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു.
പ്രൈസ് ദി ലോർഡ്. യോബിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ യോബിന് നൽകിയ വാഗ്ദത്തം എന്താ? യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എന്റെ ദൈവത്തെ കാണും. എന്തൊരു പ്രത്യാശയാ എന്റെ പ്രിയരെ യോബിനുണ്ടായിരുന്നത്. ഹല്ലേലൂയ. യോബ് തന്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോബ് പറയാ, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു എന്ന. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ, നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാ? നമ്മളെ തന്നെ ഒന്ന് സ്വയം താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് പരിശോധന കഴിക്കുക. നമ്മുടെ വിശ്വാസം എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരട്ടെ പ്രിയ ദൈവമക്കളെ. പുറപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങളെ വായിക്കാനല്ലെങ്കിലും ഓടിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു പോകാം പ്രിയരെ. അവിടെ മറ്റൊരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നതാ. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ എന്തെന്നറിയാമോ? അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി. ഞാങ്ങണ എന്നതിന് പ്രിയരെ ബലഹീനമായ പെട്ടകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നീ എന്തിനാ മിരിയാം ഞാങ്ങണ വാങ്ങിയതെന്ന് ചോദിച്ചാൽ മിരിയാം മറുപടി കൊണ്ട് പറയാൻ. എന്താണ് മറുപടി എന്നറിയാമോ? മിരിയാം പറയും, 3 മാസം ഞാൻ പരിശ്രമിച്ചു ഈ കുഞ്ഞിനെ ഒന്ന് ഒളിപ്പിക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി അത് നടക്കില്ല. 3 മാസത്തോളം ഈ കുഞ്ഞിനെ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ ഇനി അവനെ ഒളിപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി. പക്ഷേ ആ കുഞ്ഞിനെ ആ പെട്ടകത്തിനകത്ത് കിടത്തി. സുരക്ഷിതമായ ഒരു സ്ഥലമല്ല ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്, അവൾ കണ്ടെത്തിയത് എന്നവൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, സങ്കീർത്തനം 68 ഇങ്ങനെ ഞാങ്ങണയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ശാസിക്കണം എന്നാണ്. പ്രിയരെ, ഇവിടെ പറയുന്നു കുഞ്ഞിനെ അവസാനം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. നൊന്ത് പ്രസവിച്ച അമ്മ, പെങ്ങൾ, സഹോദരി, ഹല്ലേലൂയ, 3 മാസക്കാലം ആരും അറിയാതെ കുഞ്ഞിനെ അവർ വളർത്തി. 3 മാസക്കാലം വളർത്തി. 3-ാമത്തെ മാസത്തിന് ശേഷം ആ കുഞ്ഞിനെ അവർക്ക് വളർത്തുവാൻ കഴിയുകയില്ല, ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവരെന്തെന്നറിയാമോ? ആ കുഞ്ഞിനെ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാങ്ങണ എന്ന് പറഞ്ഞാൽ ബലമില്ലാത്ത ഒരു പൊരുളാകട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം, ബലഹീനമായ ഒന്ന്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. മിരിയാമിനോട് ചോദിക്കാം, മിരിയാം, ഹല്ലേലൂയ, എന്താ മിരിയാം അടുത്ത് ചെല്ലാതിരുന്നത്? ഞാങ്ങണയിൽ ആ കുഞ്ഞിനെ കിടത്തി ആ നദിയിൽ നീ ഒഴുക്കി കളഞ്ഞില്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തത്? നീ മാറി നിൽക്കുകയല്ലേ ചെയ്തത്? ആ കുഞ്ഞിന്റെ അരികിലേക്ക് നിനക്ക് അടുത്ത് ചെല്ലുവാൻ കഴിഞ്ഞു? മിരിയാം പറയും, അടുത്ത് ചെല്ലാൻ പാടില്ലാത്ത സാഹചര്യം, ആ കുഞ്ഞിനെ സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ആ കുഞ്ഞ് ഞാങ്ങണയിൽ കിടന്നത് എങ്ങനെയോ ഒരു പക്കം പോയി. പ്രിയരെ, ആ കുഞ്ഞ് മരിച്ചു പോയാലോ? എങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ് സത്യത്തിൽ അവർ ചെയ്തത് തന്നെ. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ സകല പ്രതീക്ഷകളും അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയാണ്. പ്രിയരെ, മോശയുടെ അമ്മയ്ക്കോ സഹോദരിക്കോ അടുത്തേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം. എന്നാൽ ഇതാ, ഹല്ലേലൂയ, മോശയുടെ അരികിലേക്ക് ഒരുത്തി ഇറങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ പുത്രി, പ്രിയരെ, ഈജിപ്തിന്റെ രാജകുമാരി ഇതാ ആ മോശയുടെ അരികിലേക്ക് ഇറങ്ങി വരികയാ. പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ആ പട്ടണത്തിൽ പ്രിയരെ, അവളെക്കാൾ അധികാരമുള്ള ഹല്ലേലൂയ ഒരു സ്ത്രീ വേറെ ആരാ? ആമേൻ, ഹല്ലേലൂയ. ആ ഈജിപ്തിന്റെ രാജകുമാരി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഇതാ ആ കുഞ്ഞിന്റെ അരികിലേക്ക് ഹല്ലേലൂയ ഫറവോന്റെ പുത്രി ഇറങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെ കഴിവുകളുടെ മധ്യത്തിൽ, ബലഹീനതകളുടെ മധ്യത്തിൽ
ദൈവം ദേശത്തിലെ ചില ഉന്നതന്മാരെ അയക്കുന്ന ഒരു ദിവസമാ ഇന്ന് രാത്രികാലം. വചനത്താൽ ഒന്ന് ഏറ്റെടുത്താട്ടെ. ദൈവ പൈതലേ, നീ സകലതും കൈവിട്ടു പോയി എന്ന്, സകലതും നഷ്ടപ്പെട്ടു എന്ന്, സകലതും എന്നെ വിട്ടുപോയി, നിരാശ മാത്രമാണ് എന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത്, ആത്മഹത്യയുടെ വക്കിലാണ് ഞാനിപ്പോഴുള്ളത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നു എങ്കിൽ, കുഞ്ഞേ, ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നത് ഇന്ന് രാത്രികാലം വിളിച്ച് പറയട്ടെ. പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രിയ ദൈവ പൈതലേ, ചില ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ജോസഫ് എങ്ങനെയാണ് മിസ്രൈമിയ മന്ത്രിപദത്തിൽ എത്തിയത്? ജോസഫ് പറയും, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ ഞാനായിരുന്ന സ്ഥാനത്ത് 2 പ്രമാണികൾ, ഒന്ന് അപ്പക്കാരുടെ പ്രമാണി, മറ്റൊരുവൻ പാനപാത്രവാഹന്മാരുടെ പ്രമാണി. ഹല്ലേലൂയ. ഞാൻ ഇരുവരുടെയും വിഷയത്തിനായി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവർ കണ്ട സ്വപ്നത്തെ ഞാൻ വിവേചിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതാണ് എന്നെ മന്ത്രിപദത്തിലേക്ക് എത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ എപ്രകാരമാണ് ജീവിക്കുന്നത് എന്നത്, ഹല്ലേലൂയ, ഒന്ന് സ്വയം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണമേ, പരിശോധന കഴിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുഞ്ഞേ, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. നിന്റെ അവസാനത്തെ 5ാമത്തെ അറ്റംപ്റ്റ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, 5ാമത്തെ അറ്റംപ്റ്റ് മതി എന്ന് പറഞ്ഞ് നിരാശയോടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാ. ഹല്ലേലൂയ. നിനക്കായി ദൈവം ഒരു ദൈവ പുരുഷനെ, ഹല്ലേലൂയ, അവിടേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് തക്ക സമയത്ത് വഴി പറഞ്ഞു തരുവാൻ ഒരു ദൈവ പുരുഷനെ ദൈവം അയച്ചു എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലേ, മിസ്രൈമിന്റെ, ഹല്ലേലൂയ, മിസ്രൈമിയൻ, അതായത് അമാലേക്യൻ നിനക്ക് യാതൊരു വിധത്തിലും ഒരു ഹെൽപ്പും ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, ചാവാൻ കിടക്കുന്ന ആ മനുഷ്യൻ, ആ വ്യക്തി നിനക്ക് ഉപകാരപ്രദമായി മാറും. നിനക്ക് തക്ക സമയത്ത് അവൻ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരു വഴി പറഞ്ഞു തരും. ആമേൻ. നീ വിശ്വസിച്ചു ദൈവ പൈതലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് പറയും, ഞാൻ വിശ്വസിച്ച, ഞാൻ ശേഖേമിലേക്ക് പോയത്, ഞാൻ അനുസരിച്ച, ഹല്ലേലൂയ, ഞാൻ ശേഖേമിലേക്ക് പോയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ജോസഫ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിനക്കൊരു നല്ല വഴി പറഞ്ഞു തരുവാൻ, നിനക്കൊരു ശരിയായ ഇൻഫർമേഷൻ തക്ക സമയത്ത് നൽകി തരുവാൻ ഇതാ, ഹല്ലേലൂയ, ഞാനൊരു വ്യക്തിയെ അയക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഹല്ലേലൂയ, ജീവിതത്തിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഒരു വഴിയും കിട്ടുന്നില്ല, എനിക്കൊരു മറുപടിയില്ല, എന്റെ ജീവിതം ഇനി എങ്ങനെ പോകും എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുകയാണോ? കുഞ്ഞേ, നിനക്ക് തക്ക സമയത്ത് നിനക്കൊരു വഴി പറഞ്ഞു തരുവാൻ, നിനക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ഒരാളെ, ഹല്ലേലൂയ, കർത്താവ് അവിടെ ഒരുക്കി തരും. പ്രൈസ് ദി ലോർഡ്. നീ ഉപേക്ഷിക്കുവാൻ ശ്രമിച്ച വിഷയത്തിൽ, ആമേൻ, ഹല്ലേലൂയ, കളയുവാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. 3 മാസം ഞാൻ ഒളിപ്പിച്ചതാ, 3 മാസം ഞാൻ പാല് കൊടുത്തതാ, 3 മാസം ഞങ്ങൾ കൊഞ്ചി ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞാ. പക്ഷേ 3 മാസത്തിന് ശേഷം ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാങ്ങണയിൽ കിടത്തി ഇനി എന്തെങ്കിലും ആകട്ടെ, നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന ചിന്തിച്ചതാ. ഇതാ, ഹല്ലേലൂയ, ഈജിപ്തിന്റെ രാജകുമാരി, ഈ സർവ്വാധികാരമുള്ള ഫറവോന്റെ പുത്രി, ഹല്ലേലൂയ, ഇറങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനെ ഏറ്റെടുക്കുവാൻ
എന്തൊരു അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം ഇതാ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെ തന്നെ കുഞ്ഞിനെ വളർത്തുവാൻ ഹല്ലേലൂയ ദൈവം അവിടെ ഒരു പ്രതീക്ഷയ്ക്കപ്പുറമായി ഒരു അത്ഭുതത്തെ ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ ഉപേക്ഷിച്ച കാര്യം ഏത് തന്നെയായിരുന്നാലും, ആമേൻ, ഹല്ലേലൂയ, ഇനി നീ നടക്കത്തില്ല എന്ന് പറയുന്ന ഏത് വിഷയമായിരുന്നാലും കർത്താവ് തക്ക സമയത്ത് ഒരാളെ, ഒരു വ്യക്തി അയച്ച നിന്റെ വിഷയത്തിന് വിടുതലയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. അസാധ്യമായ കാര്യങ്ങൾ എൻ്റെ അപ്പനില്ല. ആകയാൽ ദൈവ പൈതലേ, എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുവാനായിട്ട് ഞാൻ പോകുകയാണ്. പ്രതീക്ഷകൾക്കപ്പുറത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, ഞാൻ എന്ത് ചെയ്യുമപ്പാ എന്ന് ചിന്തിക്കുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായെന്ന് വരാം. പക്ഷേ അവിടെ എല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ആ പാട്ടിന്റെ ഒരു ലൈൻ പാടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേരായി കടന്നു പോകാം. കർത്താവിലേക്ക് മാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ನನ್ನ രക്ഷകനോ, നീ ನನ್ನ വൈദ്യനോ, നീ ನನ್ನ സംതൃപ്തിയോ, നീ ನನ್ನ ದೇವಾ. ಆರಾಧಿಸುವೆ ಪೂರ್ಣ ಹೃದಯದಂತ, ಅರಸಿನಿ ಮುಖ ಜೀವ ಮಾರ್ಗಮಲ್ಲ, ಸೇವೈ ಮಾಡುವೆ ನೀನೇ ಸರ್ವಬಂಧು, ദാസനും നീ, ദാസനും നാ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ. നീ ನನ್ನ പാലകനോ, നീ ನನ್ನ ആശ്വാസമേ, നീ ನನ್ನ ഉംബലനോ, നീ ನನ್ನ ದೇವಾ. ಆರಾಧಿಸುವೆ ಪೂರ್ಣ ಹೃದಯದಿಂದ, ಅರಸಿನ ಮುಖ ಜೀವ ಮಾರ್ಗಮಲ್ಲ, ಸೇವೈ ಮಾಡುವೆ ನೀನೇ ಸರ್ವಬಂಧು, ദാസനും നാ, ദാസനും നാ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ ദേവാ, ദാസനും നാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ കേട്ട വചനത്തിനായി ഞങ്ങളിങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. പ്രതീക്ഷകൾക്കപ്പുറമായി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തിൽ. ഹല്ലേലൂയ. അഖിലാണ്ട ഘടകത്തിന്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായവൻ ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഇന്നത്തെ വചനം ഞങ്ങളെ ഉറപ്പിക്കുകയാണപ്പ. ഹല്ലേലൂയ. ആരെങ്കിലും നിരാശരായി വേദനയോടെ ദുഃഖത്തോടെ ഭാരത്തോടുകൂടെ ആയിരുന്നവർ, പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇന്നത്തെ വചനം കേട്ടിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിനകത്തൊരു ബലനുണ്ടാകട്ടെ. പുത്തൻ പുതിയ അഭിഷേകത്തോടെ വല്ലമയോടുകൂടെ കുഞ്ഞുങ്ങളെ കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കും. അപ്പച്ചൻ കൃപകളെ പൊതിഞ്ഞതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഓൺലൈനിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ഇനി വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു പിതാവ്. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കും.
സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആദ്യം ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയണം. കാരണം പ്രകൃതി ഇത്രത്തോളം അനുകൂലമാക്കി ദൈവം നമുക്ക് തന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ എല്ലാവരും ഒരു ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കളെ. അതുപോലെ തന്നെ വചനത്തിന് മുൻപിൽ ആരംഭം മുതൽ അവസാനം വരെ മാന്യ പ്രേക്ഷകർ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലി, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അഡ്മിന്മാർ, എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ, എൻ്റെ പേജിന്റെ എൻ്റെ അഡ്മിന്മാർ, എൻ്റെ സഹോദരങ്ങൾ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ചാക്കോ ഫ്രം കോട്ടയം, പ്രിയ കർത്തദാസൻ കോട്ടയത്ത് നിന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം പാസ്റ്ററെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ദൈവത്തിന്റെ ന്യായപ്രമാണം പേജിന്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ സാജു ബ്രദർ കുടുംബം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ദൈവമക്കളെ, ഇതുവരെയിലും ക്ഷമയോടുകൂടെ വചനത്തിന് മുൻപിലായിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ പകൽ 4 മണി ആയിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് പ്രിയരെ റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്നും റോസ്മോൾ ഈറോഡ് എന്നും 2 അക്കൗണ്ട് ഗ്രൂപ്പ് യൂട്യൂബിൽ സജീവമാണ്, ആക്റ്റീവാണ്. ദൈവമക്കളെ, ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് ദിനംതോറും ലഭിക്കുന്നതാണ്. നിങ്ങൾക്കും കേൾക്കാവുന്നതാണ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.